ശ്രീ മോഹൻ വർഗീസ്, ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യാൻമറിലെ വിമത സൈന്യം, അരാക്കൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് കയറി അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഈ അരാക്കൻ സൈന്യത്തിൻ്റെ പ്രത്യേകത? അത് ബംഗ്ലാദേശിലുള്ള ഈ കയറ്റം എത്ര നാൾ നിൽക്കും എന്ന് തോന്നുന്നുണ്ട്? മ്യാൻമാറിലെ ഒരു പ്രത്യേക പ്രവിശ്യയാണല്ലോ റാഖൈൻ പ്രവിശ്യ. റാഖൈൻ പ്രവിശ്യയിൽ നിന്നാണ് പ്രധാനമായും റോഹിംഗ്യ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടന്നു വരുന്നത്. അത് വലിയ നമ്പേഴ്സാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനരധിവാസം വലിയ വിഷയമാണ്. ബംഗ്ലാദേശിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ അട്ടിമറിക്കാൻ പര്യാപ്തമായ ഒരു വലിയ വിഷയമാണിത്. അവർക്കെതിരെ അവരെ പറഞ്ഞു വിടുന്നത് ഒറ്റ ഘടകമല്ല. ഈ പറയുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ ബംഗ്ലാദേശി സൈന്യത്തിൻ്റെ ആക്രമണം നേരിടുന്നു. അവിടെ ഒരു മിലിറ്ററി ജുണ്ടായാണ്. അതേപോലെ തന്നെ മറ്റൊരു മിലിഷ്യയുടെ, ഒരു ബുദ്ധിസ്റ്റ് മിലിഷ്യയാണ്, ഒരു തീവ്ര ബുദ്ധിസ്റ്റ് വികാരമുള്ള ഒരു സൈനിക വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗമാണ് അരാക്കൻ സൈന്യം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അരാക്കൻസിന് ഏതാണ്ട് 60,000-ഓളം സൈനിക പരിശീലനം ലഭിച്ചവരുണ്ട്. ആക്റ്റീവ് ഫോഴ്സായി ഒരു 30,000-ഓളം പേരെങ്കിലും ഉണ്ട്. അവർ നല്ല ഫിയേഴ്സ് ഫൈറ്റേഴ്സാണ്. അവർ റോഹിംഗ്യകൾക്കെതിരെയും ബർമീസ് സൈന്യത്തിനെതിരെയും ഒരേ സമയം പോരാട്ടത്തിലാണ്. റാഖൈൻ പ്രോവിൻസിൻ്റെ തന്നെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കൈകളിലാണ്. ആ വിഭാഗമാണ്, അറാക്കൻ സൈന്യമാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു പ്രവിശ്യയിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യയിലേക്ക് ഇരച്ചു കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാവത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായി വന്ന ഒരു ആക്രമണമാണ് അരാക്കൻ സൈന്യത്തിൻ്റെ ആക്രമണം. അവരെ പിന്തുണയ്ക്കുന്നത് ആര് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യ ഔപചാരികമായി അതിന് സ്ഥിരീകരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം അസ്ഥിരമായി, ഭരണകൂടം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിലാണ്. അവിടെ ഇങ്ങനെ ഒരു സായുധ ആക്രമണം വരുമ്പോൾ ബംഗ്ലാദേശി സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവുമോ എന്നൊരു ശങ്കയുണ്ട്. ബംഗ്ലാദേശ് സൈന്യം വളരെ ദുർബലമായ ഒരു സൈന്യമാണ്. അരാക്കൻ സൈന്യത്തിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അരാക്കൻ സൈന്യത്തിന് എണ്ണത്തിൽ വലിയ നമ്പേഴ്സ് ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അവർ തന്ത്രപ്രധാനമായ മേഖലകൾ കീഴടക്കുമ്പോൾ, ബംഗ്ലാദേശ് കീഴടക്കുക എന്നുള്ളതല്ലല്ലോ അവരുടെ ഉദ്ദേശം. ബംഗ്ലാദേശിന്റെ കിഴക്കൻ പ്രവിശ്യ, അതായത് ആ ബേ ഓഫ് ബംഗാളിലോട്ട് തള്ളി നിൽക്കുന്ന നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കാൾ തെക്കുഭാഗത്തുള്ള ചിറ്റഗോങ്ങിനും തെക്ക് കിഴക്കുള്ള ആ മേഖല ഒന്നാകെ, അവിടെയാണ് വലിയ തോതിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പുകളുള്ളത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു തുറമുഖം, ആ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അത് അറാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് തുറമുഖവും മേഖലയും വരുമ്പോൾ ഇന്ത്യയുടെ ഒരു വലിയ പദ്ധതിയാണ്. കൽക്കട്ട മുതൽ ആ അറാക്കൻ മേഖല വരെ, ആ മേഖല വരെയുള്ള ഒരു കോറിഡോർ, സമുദ്രമാർഗവും കരമാർഗം മിസോറാമിൽ നിന്നുമുള്ള ഒരു കോറിഡോർ. ആ കോറിഡോർ സാധ്യമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തേക്കുള്ള ചരക്ക് നീക്കം, ജനങ്ങളുടെ ഒരു നീക്കം, ഇതെല്ലാം തന്നെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് ഇപ്പോൾ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഈ അരാക്കൻ സൈന്യത്തിന് വേണ്ട, അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിൽ ഇന്ത്യ തന്ത്രപ്രധാനമായ നീക്കം നടത്തിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യ ഔപചാരികമായി ഒന്നും അതിനെക്കുറിച്ച് അറിവായിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു നിഗമനം അത്തരത്തിൽ ആണെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു തിരിച്ചടി ഉണ്ടാകുമോ? അറാക്കൻ സൈന്യവും ഇന്ത്യയും നമ്മുടെ രണ്ട് വിഭാഗങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അവിടെ കൺവേർജ് ചെയ്യുകയാണ്. അതുകൊണ്ട് അറാക്കൻ സൈന്യത്തിൽ നിന്നും ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ ആ ഒരു ഖലദാൻ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിഗുരി ചിക്കൻ നെക്ക് ഉണ്ടല്ലോ, ഈ ബംഗ്ലാദേശിന് വടക്ക് കൂടി, പശ്ചിമ ബംഗാളിൻ്റെ വടക്കൻ പ്രദേശത്ത് കൂടി സിക്കിമിൻ്റെ തെക്ക് ഭാഗത്തെത്തി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കേവലം 20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്ട്രെച്ച്. ആ 20 കിലോമീറ്റർ വീതിയുള്ള സ്ട്രെച്ച് വളരെ ദുർബലമായാൽ അവിടെ ചൈനീസ് ആക്രമണമോ എന്തെങ്കിലും വന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ദ 7 സിസ്റ്റേഴ്സ്, കംപ്ലീറ്റായി ഇന്ത്യയിൽ നിന്നും കട്ട് ഓഫ് ചെയ്തു പോകും. ആ ഒരു സാഹചര്യം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സമാന്തരമായി സമുദ്രമാർഗം ഒരു പാത
ഭാരതം ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, സിലിഗുരി കോറിഡോർ 20 കിലോമീറ്റർ വീതിയുള്ള കോറിഡോർ മിനിമം 40 കിലോമീറ്ററെങ്കിലും ആക്കി എടുക്കണമെങ്കിൽ ബംഗ്ലാദേശിന്റെ കുറെ ടെറിട്ടറി കൂടി ഭാരതത്തിന് സുഗമമായി യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള സംവിധാനം ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടായില്ല എങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സേഫ്റ്റി സെക്യൂരിറ്റി അവതാളത്തിലാകും. അതുകൊണ്ടാണ് 2 പാതകളാണ് ഈ ഖലദാൻ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു സമുദ്രപാത, അതായത് ഇന്ത്യയുടെ കൽക്കട്ട മുതൽ അങ്ങ് കിഴക്ക് മ്യാൻമാറിന്റെ ഈ റഖൈൻ പ്രവിശ്യയിലെ ഒരു പ്രധാന തുറമുഖം വരെയുള്ള പ്രദേശം ഒരു കപ്പൽ ഗതാഗത പാത, സമുദ്രപാത. അതോടൊപ്പം തന്നെ നമ്മുടെ കിഴക്കൻ സംസ്ഥാനമായ മിസോറാമിൽ നിന്നും റോഡുകൾ, അതുപോലെ ചെറിയ നദികൾ, ഇതെല്ലാം വഴി തെക്ക് മ്യാൻമാറിലേക്ക് എത്തത്തക്ക രീതിയിൽ, മ്യാൻമാറിന്റെ തുറമുഖത്തേക്ക്, ഈ പറഞ്ഞ തുറമുഖത്തേക്ക് എത്തത്തക്ക രീതിയിൽ മറ്റൊരു കോറിഡോർ. ഇതാണ് ഖലദാൻ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഇന്ത്യ വളരെ അംബീഷ്യസ് ആയി 2008 മുതൽ പ്രോജക്റ്റ് ഓണാണ്. പക്ഷെ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ആ പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് റഖൈൻ പ്രവിശ്യ അസ്വസ്ഥമാകുന്നതും അവിടെ വലിയ കലാപം നടക്കുന്നതും അറാക്കർ സേന ആ ഭാഗം പിടിച്ചെടുക്കുന്നതും. ഇപ്പോൾ ഡിഫാക്ടോ ബർമയുടെ അല്ലെങ്കിൽ മ്യാൻമാറിന്റെ നിയന്ത്രണത്തിലല്ല ആ പ്രദേശം. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുടെ വലിയ കലവറ തന്നെയാണ് തുറന്നിടുന്നത്. ഈ അരാക്കൻ സൈന്യത്തിന് ബംഗ്ലാദേശിനെ അങ്ങനെ അസ്ഥിരപ്പെടുത്താനായിട്ട് സാധിക്കുമോ? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഇൻടു സൗത്ത് ഈസ്റ്റേൺ ബംഗ്ലാദേശ്. ആ പ്രദേശത്തേക്ക് വലിയ തോതിലുള്ള ഒരു സൈനിക നീക്കം ഇപ്പോൾ തന്നെ നടന്നു. ബംഗ്ലാദേശിന്റെ ചില നഗരങ്ങൾ പിടിച്ചെടുത്തു. തെക്നാഫ് എന്ന് പറയുന്ന പ്രവിശ്യ ബംഗ്ലാദേശിന്റെ ഒരു നഗരമാണ്. ആ നഗരം പൂർണ്ണമായി ഇപ്പോൾ അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ബംഗ്ലാദേശ് ആർമി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടെക്നാഫ്. ആ പ്രദേശമാണ്. അത് മാത്രമല്ല, തന്ത്രപ്രധാനമായ ഒരു ദ്വീപ് സെയിന്റ് മാർട്ടിൻ ഐലൻഡ് ആ പ്രദേശത്തോടടുത്താണ്, കടലിലാണ്. ഈ ഐലൻഡിന്റെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഈ ബൈഡൻ ഭരണകൂടം ബംഗ്ലാദേശിനോട്, ഷെയ്ഖ് ഹസീനയോട് ഒരു ആഗ്രഹം പറഞ്ഞു. അവിടെ തങ്ങൾക്കൊരു താവളം ആവശ്യമാണ്. അപ്പോൾ ബംഗ്ലാദേശ് ചൈനയുടെ സമ്മർദ്ദമോ മറ്റു പല കാരണങ്ങളാണ്, അത് തികച്ചും പറ്റില്ല എന്ന ഇന്ത്യയുടെ കൂടെ താല്പര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ കൂടെ താല്പര്യമാണല്ലോ ഷെയ്ഖ് ഹസീന അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അട്ടിമറിച്ചിട്ട് തന്നെ കാര്യം. അപ്പൊ ജോർജ് സോറോസിന്റെ പദ്ധതികളും അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റും എല്ലാം കൺവേർജ് ചെയ്ത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അവിടെ പിടിമുറുക്കുന്ന കാഴ്ച ജമാഅത്തെ ഇസ്ലാമിയിലൂടെ സ്റ്റുഡന്റ് പ്രക്ഷോഭത്തിലേക്ക് ഇരച്ചു കയറി ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് സെയിന്റ് മാർട്ടിൻ ഐലൻഡ് അധികം താമസിക്കാതെ അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നാൽ അവിടെ സ്ഥിതിഗതികൾ മാറും. ഭാരതത്തിന് ഫുട് ഹോൾഡ് ആ പ്രദേശത്ത് കിട്ടാനുള്ള എല്ലാ സാധ്യതയും തീർച്ചയായും തുറന്നു വരികയാണ്. ഭാരതത്തിന്റെ കൈകളിലേക്ക് എത്തുമെന്നതല്ല, അവിടെ ഭാരതത്തിന് തന്ത്രപ്രധാന താല്പര്യമുള്ളൊരു മേഖലയാണ്. ജിയോ സ്ട്രാറ്റജിക്കലി വളരെ തന്ത്രപ്രധാന മേഖലയാണ്. ബേ ഓഫ് ബംഗാൾ അത് കൺവേർജ് ചെയ്യുന്നൊരു പോയിന്റാണ്. ബേ ഓഫ് ബംഗാൾ ഇങ്ങനെ വിശാലമായ ഇതാണ്. അപ്പൊ നമ്മള് ബേ ഓഫ് ബംഗാൾ കമ്മ്യൂണിറ്റി എന്ന രൂപത്തിലാണല്ലോ ഈ ബീംസ്റ്റെക്, ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് ഇക്കണോമിക് കമ്മ്യൂണിറ്റി, ബീംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മ്യൂച്വൽ ടെക്നിക്കൽ കോഓപ്പറേഷൻ എന്ന ഒരു സമിതി. അതിൽ ഭാരതം വളരെ വലിയ രീതിയിൽ താല്പര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റീപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രദേശത്തിന്റെ സുരക്ഷ വേണം. ബംഗ്ലാദേശ് മാറി നിൽക്കുമ്പോൾ ആ പ്രദേശത്തൊരു ഫുട് ഹോൾഡ് തീർച്ചയായും ഭാരതത്തിന്റെ ആവശ്യം തന്നെയാണ്. ആ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ ഭാരതവും ചുവടുവയ്ക്കുന്നത്. ബംഗ്ലാദേശിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗവും മ്യാൻമാറിലെ മാറ്റങ്ങളും സാഗൂതം ഭാരതം വീക്ഷിക്കുകയാണ്. മ്യാൻമാറിലെ ഈ മാറ്റം, റഖൈൻ പ്രവിശ്യയിലെ ഈ മാറ്റം ഭാരതം ഇപ്പോൾ കൗതുകത്തോടെ കാണുകയാണ്. മാത്രമല്ല, നമ്മുടെ അജിത് ഡോവൽ കുറെ കാലം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് മ്യാൻമാർ. അപ്പം മ്യാൻമാറിൽ അജിത് ഡോവൽ, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അദ്ദേഹത്തിന്റെ താല്പര്യ മേഖല കൂടിയാണ് മ്യാൻമാർ. ഒരുപാട് ബന്ധങ്ങൾ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രദേശത്തെ ഒരു പുതിയ അധ്യായം കുറിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.